കൃഷിവെള്ളത്തെ കൊള്ളയടിച്ച, കുടിവെള്ളത്തെ കൊള്ളയടിച്ച, മണ്ണും ജലവും മലിനമാക്കിയ കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ.
നമ്മളത് ഇവിടുത്തെ ബഹുരാഷ്ട്ര കുത്തക കമ്പനി അവിടെ എങ്ങനെ ജലചൂഷണം നടത്തുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് മറ്റൊരു രീതിയിൽ തന്നെ നമ്മൾ പഠനം നടത്തുകയാണ് ചെയ്തത്. അവിടുത്തെ കിണറുകളൊക്കെ അന്ന് ശരിക്കും കഞ്ഞിവെള്ളം പോലെയാണ് ഉണ്ടായിരുന്നത്. മഴക്കാലത്ത് മറ്റൊരു കളറാവും, കറുപ്പ് നിറത്തിൽ. വെള്ളം കുറഞ്ഞു തുടങ്ങി കഴിഞ്ഞിട്ട് വേനൽക്കാലത്തൊക്കെ അത് ശരിക്കും കഞ്ഞിവെള്ളം കലക്കി ഒഴിച്ച മാതിരി അടിയിൽ വളരെ കുറച്ച് വെള്ളമേ ഉണ്ടാവുള്ളൂ. പക്ഷേ സമരം വളരെ വ്യാപകമായി വരും, മറ്റു പല സംഘടനകളും അതിൽ വരികയൊക്കെ ചെയ്യുമ്പോൾ സമരം ചെയ്യുന്നത് സമരം ചെയ്യാൻ വേണ്ടി ആവുന്നൊരവസ്ഥയിലായി. അയാൾ പറഞ്ഞത് ഹേമ ടീച്ചർ ഇവിടെ പ്രസംഗിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. കാരണം അവർ തീവ്രവാദികളാണ്, അതുകൊണ്ട് അവരിവിടെ പ്രസംഗിക്കാൻ പറ്റില്ല. ഭഗത് സിംഗ് ദിനത്തിൽ വർഷം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല കേട്ടോ. അന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഒരു ബഹുരാഷ്ട്ര കുത്തകകളുടെ ഇടപെടലിൽ നമ്മൾ തുറന്നു കാട്ടേണ്ടതുണ്ട്. അതിൽ പരമാവധി ശരിയായ രീതിയിൽ ജനങ്ങളെ അണിനിർത്തിക്കൊണ്ട് ഒരു സമരം ഇവിടെ നടത്തേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതാ നമ്മളങ്ങനെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള വിലയിരുത്തലുണ്ട്. സംഘടന പോരാട്ടത്തിലും ശ്രീവാദി പ്രസ്ഥാനത്തിലും ഒക്കെ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് ആ സമരം തുടങ്ങുന്നത്. എന്നിട്ട് അവിടെ ആ ദിവസം ഒരു സമരം നടക്കുമ്പോൾ അവിടുത്തെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ വെള്ളത്തിന് നല്ല പ്രശ്നമായിരുന്നു അന്ന്. അപ്പോൾ അവരൊക്കെ അതിൽ സഹകരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അവിടുന്ന് പിന്നെ സമരം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു തീരുമാനം എടുക്കുക. ഞങ്ങൾ കുറേ പേര് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പോരാട്ടത്തിലുള്ള ഇവിടുത്തെ കാഞ്ഞിരപ്പുഴയ്ക്കടുത്തുള്ള രാജൻ, ഞാൻ, അങ്ങനെ ഇവിടെയുള്ള കുറേ കുഞ്ഞുലക്ഷ്മി എന്നൊക്കെ പറഞ്ഞാൽ കുറേ സഖാക്കളും ഒക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവിടെ സമരം തുടരുകയും ചെയ്തു. അപ്പോൾ അവിടെ മൈലമ്മയൊക്കെയാണ് അതിൻ്റെ നേതൃസ്ഥാനത്തിലുണ്ടായിരുന്നത്. അവരവിടുത്തെ വിക്റ്റിമാണല്ലോ, അതൊക്കെ അനുഭവിക്കുന്നവരും കൂടിയാണ്. അപ്പോൾ അവരുടെ വീടുമായിട്ട് നല്ല അടുപ്പമായി അവരെ വീട്ടിലാണ് താമസിക്കുന്നതും മറ്റുമൊക്കെ. നമ്മളിവിടുന്ന് നാട്ടിൽ നിന്ന് കിട്ടാവുന്ന പച്ചക്കറികളും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ, അരി, തേങ്ങ, അങ്ങനെ എല്ലാം ഇവിടുന്ന് കൊണ്ടുപോയി അവരവിടെ പോയി കഞ്ഞിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ അവിടെ താമസിച്ചിട്ടാണ് സമരമൊക്കെ ചെയ്തിരുന്നത്. അതിലവിടെയുള്ള ആദിവാസി വിഭാഗത്തിൽ നിന്ന് നല്ല പിന്തുണയായിരുന്നു. അവർക്ക് ജെന്യൂനായിട്ടുള്ള ഈ വിഷയത്തിൽ പോരാട്ടവും ശ്രീവാദി പ്രസ്ഥാനമൊക്കെ ആത്മാർത്ഥമായിട്ട് ഇടപെടുകയാണ് എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായത്. അതുകൊണ്ട് അവർ നല്ല രീതിയിലാണ് നമ്മളെ സ്വീകരിച്ചിരുന്നതും നമുക്ക് സംരക്ഷണം തരുകയും ഒക്കെ ചെയ്തിരുന്നത്. അങ്ങനെയാണ് അവിടെ ആ സമരം നടന്നത്. നമ്മളത് ഇവിടുത്തെ ബഹുരാഷ്ട്ര കുത്തക കമ്പനി അവിടെ എങ്ങനെ ജലചൂഷണം നടത്തുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് മറ്റൊരു രീതിയിൽ തന്നെ നമ്മൾ പഠനം നടത്തുകയാണ് ചെയ്തത്. എന്നിട്ടാണ് അങ്ങനെ ഒരു സമരം അവിടെ ആവശ്യമാണെന്ന് തിരിച്ചറിയും അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നത്. ഒന്ന് നമുക്ക് നേരത്തെ തന്നെ ആ ഭാഗങ്ങളിൽ ഇവിടുത്തെ സർക്കാർ ഏജൻസികളുടെ ഭാഗമായിട്ട് തന്നെ സ്കൂൾ വിദ്യാർത്ഥികളെ, കോളേജ് വിദ്യാർത്ഥികളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ജലസ്രോതസ്സുകൾ എത്രയുണ്ട് എന്നുള്ളത് കമ്പനി വരുന്നതിന് മുൻപ് തന്നെ പഠനം നടത്തി. അന്ന് തന്നെ നമ്മൾ ഈ വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഇതിന് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ എത്ര ഒരു ഗ്രൂപ്പിൽ 4 or 6 കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊരു പൈസയൊക്കെ കൊടുക്കും. എത്ര അന്ന് 500 രൂപ എത്രയോ നല്ല തുകയാണ് കുട്ടികൾക്കത് ചിലവിനായി. അപ്പോൾ അവർ പോയിട്ട് ഓരോരോ വീട്ടിലും എത്ര കിണറുണ്ട്, കിണറ്റിൽ ഏതൊക്കെ മാസങ്ങൾ വരെ വെള്ളം ഉണ്ടായിരിക്കും, ഏതൊക്കെ വീട്ടിൽ എത്ര കിണറുകളുണ്ട്, അതല്ലാത്ത ജലസ്രോതസ്സുകൾ എത്രയുണ്ട്, ഇതിൻ്റെയൊക്കെ കണക്കെടുക്കും കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പഠനം ആദ്യം നടത്തിയപ്പോൾ തന്നെ നമ്മൾ അതിനെതിരായിട്ട് ഇപ്പം ഞാനന്ന് പഠിപ്പിക്കുകയായിരുന്നു ഇവിടുത്തെ കോപ്പറേറ്റീവ് കോളേജിൽ. അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ പറയും ഇതിൽ നമ്മൾ ഭാഗമാകുന്നത് തന്നെ നമ്മളോട് ചെയ്യുന്ന വഞ്ചനയാണ്, ശരിയല്ല. നമ്മുടെ ഈ ജലസ്രോതസ്സുകളെ കുറിച്ചിട്ടുള്ള അറിവ് എവിടേക്കാണ് പോണത്? വിദേശത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യം എന്താണ്? ഇത് ഇവിടുത്തെ വിഭവങ്ങൾ നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഡാറ്റ മുഴുവൻ ഇപ്പോൾ അവിടെ കൈമാറേണ്ട ആവശ്യമെന്ന് എന്നുള്ള അങ്ങനെ നമ്മളത് ആ വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നു. ആ രീതിയിലുള്ളൊരു രാഷ്ട്രീയ പഠനം ഇവിടെ നടത്തിയിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന മേഖലകളിലും വിദ്യാർത്ഥികളുടെ ഇടയിലും മറ്റുള്ളവരുടെ ഇടയിലൊക്കെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും അങ്ങനെ അവരിലൊരു അവബോധം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവിടെ പഠനം നടത്തുന്നതും അവിടെ എന്തൊക്കെയാണ് അവർ ചെയ്തിട്ടില്ല, എത്ര ഭൂമി ഇങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ട്, അപ്പോൾ ചുറ്റുമുള്ള കിണറുകളിൽ എത്ര കിണറുകൾ ഉണ്ടായിരുന്നു, അതിലെന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കും. പിന്നെ അങ്ങനെ സമരം തുടരുകയും ചെയ്തതാണ്. സ്ത്രീകളായിരുന്നു ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. തുടക്കകാലത്ത് സ്ത്രീകളായിരുന്നു. പിന്നെ സ്ഥിരമായിട്ട് സമരപന്തലിൽ ഇരുന്നവരും സ്ത്രീകളായിരുന്നു കൂടുതൽ.
പുരുഷന്മാരുണ്ട്, ഇല്ല എന്നല്ല, പക്ഷേ സ്ഥിരമായിട്ടിരിക്കുന്നവർ സ്ത്രീകൾ തന്നെയായിരുന്നു. അതും ബാച്ചായിട്ട് ഇരിക്കും. ചിലപ്പോൾ കുറച്ച് പേര് വീട്ടിൽ പോവും, ബാക്കിയുള്ളവർ അവിടെ ഇരിക്കും. അങ്ങനെ നല്ല പങ്കാളിത്തമായിരുന്നു എല്ലാ കാലത്തും. പുരുഷന്മാരെക്കാളും കൂടുതൽ പുരുഷന്മാർ പുറത്ത് പകൽ സമയങ്ങളിലൊക്കെ പുറത്ത് പോകുന്നവരും മറ്റുമൊക്കെ ആയതുകൊണ്ട് തന്നെ വീട്ടിനകത്തുള്ളവർ അവരും പണിയെടുക്കുന്നവർ തന്നെ. എന്നാലും സ്ത്രീകൾ പുറത്ത് പോകുന്നവരൊക്കെ ഉണ്ട്, കാട്ടുപണിക്കും ഒക്കെ പോകുന്നത്. എന്നാലും വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് മുതൽ പിന്നെ കുളിക്കുക, തിരുമ്പുക, കുട്ടികളെ പരിപാലിക്കുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഉണ്ടല്ലോ, അവർക്ക് വെള്ളത്തിൻ്റെ വലിയ പ്രശ്നമായിരുന്നു. അവിടുത്തെ കിണറുകളൊക്കെ അന്ന് ശരിക്കും കഞ്ഞിവെള്ളം പോലെയാണ് ഉണ്ടായിരുന്നത്. മഴക്കാലത്ത് മറ്റൊരു കളറാവും, കറുപ്പ് നിറത്തിൽ. വെള്ളം കുറഞ്ഞു തുടങ്ങി കഴിഞ്ഞിട്ട് വേനൽക്കാലത്തൊക്കെ അത് ശരിക്കും കഞ്ഞിവെള്ളം കലക്കി ഒഴിച്ച മാതിരി അടിയിൽ വളരെ കുറച്ച് വെള്ളമേ ഉണ്ടാവുള്ളൂ. അതെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കൈകൊണ്ട് തൊടാൻ പോലും അറപ്പ് തോന്നും. ആ വെള്ളമാണ് അവർക്ക് കുടിക്കാൻ തന്നെ ഉപയോഗിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട്. ഇപ്പോൾ മൈലമ്മയ്ക്കൊക്കെ അവസാന കാലത്ത് അവർക്ക് സോറിയാസിസും മറ്റുമൊക്കെ വരും, ഭയങ്കര വിഷമത്തിലായിരുന്നു. അതുപോലെ തന്നെ ശ്വാസം മുട്ടൽ, കുട്ടികൾക്കൊക്കെ ശരീരം മുഴുവൻ ചൊറിഞ്ഞു പൊട്ടൽ, അങ്ങനെയുള്ള പല അസുഖങ്ങളുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. പിന്നെ കുടിവെള്ള പ്രശ്നം, കുടിക്കാൻ വെള്ളത്തിന് വേണ്ടിയിട്ട് കിലോമീറ്ററുകളോളം അവർക്ക് കുടവും കൊണ്ട് പോകേണ്ടി വരികയാണ്. അപ്പോൾ അതൊക്കെ നേരിട്ട് അനുഭവിക്കുന്നത് അവർ തന്നെയായിരുന്നു. പിന്നെ കുടിക്കാനുള്ള വെള്ളത്തിന്, കുളിക്കാനുള്ള വെള്ളം, എല്ലാറ്റിനും വെള്ളത്തിൻ്റെ പ്രശ്നം. പിന്നെ തൊഴിൽ പ്രശ്നമുണ്ട്. കാർഷിക മേഖലയായിരുന്നല്ലോ അത്. കൃഷി അത് മുഴുവൻ മാറ്റിയെടുത്തിട്ട് ഒക്കെ കൊല വാങ്ങിച്ച് അവിടെ അങ്ങനെ വലിയ കമ്പനി വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജനങ്ങളിൽ കുറേ പേരൊക്കെ പ്രതീക്ഷിച്ചത് അവർക്ക് തൊഴിൽ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ആ രീതിയിൽ വലിയ തൊഴിലവസരമൊന്നും തദ്ദേശീയരായ ആൾക്കാർക്ക് കിട്ടിയില്ല. വളരെ കുറച്ച് പേർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അതും അവർക്ക് നഷ്ടമായി. പിന്നെ മറ്റൊരു ജോലി ഇല്ലാതാനും. പിന്നെ പോകേണ്ടത് വളരെ വളരെ ദൂരത്തേക്ക് പണി അന്വേഷിച്ച് പോകണം. അതിൽ അവർക്ക് വളരെയധികം പരിമിതികളുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ രീതിയിലും സ്ത്രീകൾ വളരെ മോശമായ രീതിയിൽ അവരെ തന്നെയാണ് അത് ബാധിച്ചിട്ടുള്ളത്. അത് നമുക്ക് നേരിട്ട് അറിയുന്ന കാര്യമാണ്. അവരുമായിട്ട് ഇടപഴകി, കാരണം അവിടെ താമസിച്ചാണ് നമ്മൾ സമരം ചെയ്തിരുന്നത്. രാത്രിയും പകലൊക്കെ അവരുടെ കൂടെ ഉണ്ടായിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ നമുക്കറിയാം. കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് എടുത്തു തരികയാണെങ്കിൽ അവർക്ക് നല്ല പ്രശ്നമാണ്. കാരണം ഈ വെള്ളം അരിച്ചെടുത്താൽ പോലും പറ്റില്ല, അരിച്ചെടുത്താൽ കഴിയില്ല. അപ്പോൾ കഞ്ഞിവെള്ളം നമ്മൾ അരിച്ചാൽ എന്താ ഉണ്ടായിരിക്കും, അതുപോലെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന വെള്ളമാണ് നമുക്ക് എല്ലാവർക്കും തന്നെ കുടിക്കാൻ എടുക്കേണ്ടത്. അത് നല്ല കഷ്ടമാണ്. വെള്ളം ശരിക്കും അപ്പം നളന്ന് കുടിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതൊക്കെ അവർ ഇങ്ങനെ ഒരു സമരത്തിൽ ഐക്യപ്പെടേണ്ടതിൻ്റെ നിർബന്ധിതരാക്കി. അതാണ് പറയാനുള്ളത്. ആരോഗ്യ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് വെള്ളം കുടിക്കാനില്ല എന്ന് പറയുന്നത് തന്നെ വലിയ ആരോഗ്യ പ്രശ്നമാണ്. മെൻസ്ട്രേഷൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ ശരീരം മുഴുവൻ ചൊറിഞ്ഞു പൊട്ടൽ. അത് ഈ നല്ല ചൂടുള്ള കാലത്ത് മെൻസ്ട്രേഷനും ഈ ചൊറിഞ്ഞു പൊട്ടലാകുമ്പോൾ ഭീകരമായൊരു ഇതായിരിക്കും. പലർക്കും തലചുറ്റൽ, ഛർദി, അങ്ങനെയുള്ള പല അസുഖങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇവർ അന്ന് അവിടെയുള്ളതിൽ നല്ലൊരു ശതമാനം ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമായിരുന്നു. സ്ത്രീകളെ പ്രത്യേകിച്ചിട്ട്. കുട്ടികൾക്കും അതേപോലെയുള്ള പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഗർഭിണികൾക്ക് നല്ല പ്രയാസങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ശരീരത്തിനകത്തും പുറത്തും പ്രയാസങ്ങളുണ്ടായിരുന്നു. അവർക്ക് എന്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ വരുന്നത് എന്നുള്ളത് ആദ്യഘട്ടത്തിൽ തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ. അതിൻ്റെ പരിമിതി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് വിഷയങ്ങൾ മനസ്സിലായി. അപ്പോഴാണ് അവർ കുറച്ചുകൂടിയിട്ട് വളരെ തീക്ഷ്ണമായിട്ട് ഈ സമരരംഗത്തേക്ക് വരുന്നത്. കാരണം ഇതൊക്കെ ഉണ്ടാവുന്നത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്, അന്നത് നമുക്കറിയാതെ പോയതാണ്. സമര നേതാവായിട്ട് എങ്ങനെ വന്നു എന്ന് വെച്ചാൽ അവർ സമരത്തിൽ കാര്യമായിട്ട് പങ്കെടുത്തിരുന്നവരാണ്. പിന്നെ അവരുടെ വീടാണ് ഒരു കേന്ദ്രമായിട്ട്. ഞങ്ങളൊക്കെ താമസിച്ചിട്ടുള്ളത് അവരുടെ വീട്ടിൽ തന്നെയായിരുന്നു. അവരുടെ മക്കളും മരുമക്കളും ഒക്കെ ഇതിൽ ഈ കഞ്ഞിയും കറിയും വെച്ച് ഉണ്ടാക്കുന്നതിനും സമരത്തിന് വരുന്നതിനും ഒക്കെ നന്നായിട്ട് പങ്കെടുത്തവരാണ്. ചെറിയ ചെറിയ കുട്ടികളും ഒക്കെ ഇതിൽ പങ്കെടുത്തവരാണ്. ആ വീട് കേന്ദ്രമാക്കി ആദ്യഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്നതാണ്. അപ്പോൾ അവർ മുഴുവൻ സമയം അതിലുണ്ടായിരുന്നു. അങ്ങനെ അത് കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടു കൂടി അവർ ഏറ്റെടുത്തു ആ സമരത്തിന്. അപ്പോൾ പന്തലിരിക്കുന്നതിനും പിന്നെ അങ്ങനെ വന്നതാണ്. അങ്ങനെ പറഞ്ഞാൽ അതെനിക്ക് അങ്ങനെ കൃത്യമായിട്ടൊന്നും വിശദീകരിക്കാൻ കഴിയില്ല. അവിടെയുള്ള മൈലമ്മയ്ക്ക് പകരം വേറെ ഒരാളാണെങ്കിലും ഇപ്പോൾ അതുപോലെയൊക്കെ വരുമായിരുന്നു. കാരണം അവരൊക്കെ അനുഭവിച്ചത് ഒരേപോലെ തന്നെയാണ്. അതിൽ മൈലമ്മ കുറച്ചുകൂടിയിട്ട് അവർക്കൊരു
സാധ്യതയുണ്ടായിരുന്നു. സമരപ്പന്തൽ കത്തിയപ്പോൾ അവർ പിന്നെ പൈസ കൊടുത്തതും പിന്നെ അവർക്ക് ഇങ്ങനെ പിന്നീട് അവരെക്കുറിച്ച് കുറേ അലിഗേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പൈസയുടെ കാര്യത്തിലും മറ്റുമൊക്കെ. പക്ഷെ സത്യത്തിൽ അവർക്ക് കിട്ടുന്ന പൈസ ഈ സമരത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിൽ അവർക്ക് മടിയുണ്ടായിരുന്നില്ല. അപ്പം അത് ആ സമരത്തിനോടുള്ള അവരുടെ ആഭിമുഖ്യവും അത് നമ്മുടെ സമരമാണെന്നുള്ള തിരിച്ചറിവും കൊണ്ടായിരുന്നു. അപ്പം അത് തന്നെ ഒരു നേതാവാകാനുള്ള ക്വാളിറ്റിയാണല്ലോ. അങ്ങനെ തന്നെയാണ് അവർ നേതാവ് ആക്കിയതാണോ ചോദിച്ചാൽ ആയതാണ്. അതിന് പുറമെ ബാഹ്യമായിട്ടുള്ള സപ്പോർട്ടും ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ വലുതായിട്ടൊന്നും കണ്ടിട്ടില്ല. പിന്നെ അങ്ങനെ ഉണ്ടായെങ്കിൽ തന്നെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോൾ നമുക്ക് അങ്ങനെ അറിയില്ല. ഇപ്പോൾ മറ്റു സ്ത്രീകൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അന്ന് എല്ലാവരും നന്നായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് മൈലമ്മയുടെ ബോഡി ഇറക്കാൻ, മരിച്ചു കഴിഞ്ഞിട്ട് ബോഡി ഇറക്കാൻ വന്നപ്പോൾ അത് ഇറക്കാൻ സമ്മതിക്കില്ല എന്ന് ഇവിടെ സമരം ചെയ്തതിൽ സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ വിചാരിക്കുന്നത് സ്ത്രീകളെ എന്നും തന്നെ അവർ സമരരംഗത്ത് വരുന്നത് സ്വമേധയാണെങ്കിലും പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എപ്പോഴും നയിക്കപ്പെടുകയാണ്. ഈ മുൻകൈ ശേഷിയുടെ ഒരു പ്രശ്നമുണ്ടല്ലോ, മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. അതെപ്പോഴും പുരുഷന്മാരാൽ നയിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിൽ എല്ലാ സമരരംഗത്തും ഉള്ളത്. അതൊക്കെ തന്നെ അവിടെയും സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താ പറയുക, മറ്റുള്ളവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഈ സ്ത്രീകളെ ഉപയോഗിച്ചിട്ട് അവർ സമരം ചെയ്യുന്നതിനേക്കാളും സ്ത്രീകളെ കൊണ്ട് ചെയ്യിക്കുക, അവരെ ബോഡി ഇറക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആയത് തന്നെയെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. ഏറ്റവും അവസാനം അവർ മരിക്കുന്നതിന് 3-4 ദിവസം മുൻപ് അവരെ ഇൻ്റർവ്യൂ ചെയ്തത് ഞാനായിരുന്നു. മുന്നണി പോരാളിക്ക് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്തു. അന്ന് അവർ നമുക്കിവിടെ വളരെ ആത്മാർത്ഥമായിട്ടാണ് അവർ അന്ന് സംസാരിച്ചത് കേട്ടുള്ളൂ. പക്ഷെ എന്താ, ഇന്നിപ്പോൾ അതിനുള്ള തെളിവുകളൊന്നുമില്ല. അന്ന് ആ ഇൻ്റർവ്യൂ ചെയ്തത് അച്ചടിച്ച് വന്നിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ തെളിവ് എവിടെയെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ അത് തരാനൊന്നും കഴിയില്ല. അത് ഞാൻ ആ പത്രത്തിന് അയച്ചു കൊടുത്തിരുന്നു. പക്ഷെ അതെന്തോ കാരണവശാൽ അത് പ്രിൻ്റ് ചെയ്ത് വന്നില്ല. പിന്നെ ഞാനത് സൂക്ഷിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഇപ്പോൾ തെളിവൊന്നുമില്ല. പക്ഷേ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായി പറയുന്ന കാര്യത്തിൽ അവർ പറഞ്ഞിരുന്നത് നമ്മളെല്ലാവരെയും വിശ്വസിച്ചു. ടീച്ചറെ എന്നാണ് അവരെപ്പോഴും വിളിക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ ടീച്ചറെ നമ്മളെല്ലാവരെയും വിശ്വസിച്ചു. പക്ഷേ എല്ലാവർക്കും വ്യത്യസ്ത രീതിയിലുള്ള ഓരോരോ താല്പര്യങ്ങളുണ്ടായിരുന്നു. നിങ്ങളെയൊക്കെ ഞങ്ങൾ ഇന്നും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ അവർ ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പോരാട്ടവും വിപ്ലവ സ്ത്രീവാദി പ്രസ്ഥാനമൊക്കെ നമ്മുടെ കൂടെ നിന്നിട്ടുള്ളവരാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റു പലരും ഇങ്ങനെ അവരെക്കുറിച്ച് അലിഗേഷൻസ് പറയുന്നതും അതിൻ്റെ കഥയില്ലായ്മയെക്കുറിച്ചും ഒക്കെ അവർ നന്നായി പറഞ്ഞു. പക്ഷെ അപ്പോഴും ആ സമരം ന്യായമാണ്, പിന്നെ ആരോഗ്യപരമായിട്ടൊക്കെ അവർ വളരെ ഇതായിരുന്നു. എന്നിട്ട് പോലും ആ സമരം അന്ന് വരെ ചെയ്ത ആ സമരം ന്യായമാണ് എന്നുള്ള ഒരു ധാരണ അവർക്ക് ഉണ്ടായിരുന്നു, ആ മരിക്കുന്നതിന് ഏതാനും ദിവസം മുമ്പ് വരെ. അന്ന് അവർ വളരെ ക്ഷീണിതയായിരുന്നു. അങ്ങനെ കയ്യിലൊക്കെ സോറിയാസിസ് വന്ന് അങ്ങനെ ബുദ്ധിമുട്ടി ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന ദിവസമാണത്. അപ്പോൾ ഇത് അറിയാതെയാണ് ഞാൻ പോകുന്നത്, അവരവിടെ ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാക്കാതെയാണ് പോകുന്നത്. പോയ ദിവസം അവരവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത്. അപ്പോൾ അവരിങ്ങനെ ഒരു കഥ പറയുന്നത് പോലെ കഴിഞ്ഞ സമര രീതികളെക്കുറിച്ചും പിന്നെ മറ്റ് പല ഭാഗങ്ങളിലും പോയതും എല്ലാവരും അവർ ഒരു അല്പം നിരാശയൊക്കെ ഉണ്ട്. സമരം ചെയ്തത് ന്യായമായിരുന്നു എന്നുള്ളത് അന്നും അവർക്കുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മളൊക്കെ അങ്ങനെ ഒരു നയിക്കപ്പെടുകയാണ് എന്നുള്ളത്. നമ്മളായിട്ട് പല രംഗത്തും നിൽക്കുന്നതിൽ മറ്റുള്ളവർ പറയണതൊക്കെ നമുക്ക് പലപ്പോഴും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. ആ രീതിയിൽ അവർക്ക് എന്താണ് ഇങ്ങനെയൊക്കെ ആയത്, എന്തുകൊണ്ട് ഒരു സ്ത്രീ വിമോചനം അങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചൊന്നും അങ്ങനെ ചിന്തിക്കുന്ന അവസ്ഥയിലുള്ളവരല്ലല്ലോ. അതുകൊണ്ട് തന്നെ ആയിരിക്കും. പക്ഷെ അവർക്ക് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ട്. പല ഘട്ടങ്ങളിൽ നമ്മൾ അങ്ങനെ ഇവരുടെ പിന്നാലെ പോകേണ്ടി വന്നിട്ടുള്ളതാണ്. പക്ഷെ നമ്മുടെ പ്രശ്നങ്ങളിൽ ഊന്നി നിന്നവർ മാത്രമല്ല അതിലുണ്ടായിരുന്നത് എന്നൊക്കെ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പിന്നെ സമരം ന്യായമാണ് എന്നുള്ളതും അവർ മരിക്കുന്നവരെ അങ്ങനെ ഒരു ധാരണയുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ആ ഭഗത് സിംഗ് ദിനത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മളത് നടത്തുന്നത്. അത് കഴിഞ്ഞ് പോരാട്ടവും സ്ത്രീവാദി പ്രസ്ഥാനവും ഒക്കെ ഒന്നിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതിൽ ഒരു നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും, പോരാട്ടം ഒരു അംബ്രല്ല പോലെയാണ് മറ്റു പല നമ്മുടെ ബഹുജന സംഘടനകളെയും അതിൽ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ സമരം ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോരോ ഘട്ടത്തിലും പദ്ധതികൾ വെക്കാനുണ്ടായിരുന്നു. സമരം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നും സമരം ചെയ്തുകൊണ്ടിരിക്കലല്ല, സമരത്തിനൊരു വികാസമുണ്ട്. ആ വികാസത്തിൻ്റെ അവസാനം അതൊരു വിജയത്തിലെത്തിക്കണം എന്നുള്ളതിന് അതിന് ഏതൊക്കെ ഘട്ടത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ധാരണകളുണ്ടായിരുന്നു. ആ ധാരണ അത്
ആ ധാരണ നമ്മൾ പറയുമ്പോൾ അതിൽ ഐക്യപ്പെടാൻ അവിടുത്തെ ആദിവാസികളായ ആൾക്കാർ തയ്യാറായിരുന്നു. കാരണം അവർക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാവണം എന്നുള്ളതായിരുന്നു ആവശ്യം. അവർ തയ്യാറായിരുന്നു. പക്ഷേ സമരം വളരെ വ്യാപകമായി വരും, മറ്റ് പല സംഘടനകളും അതിൽ വരികയൊക്കെ ചെയ്യുമ്പോൾ സമരം ചെയ്യുന്നത് സമരം ചെയ്യാൻ വേണ്ടി ആവുന്നൊരവസ്ഥയിലായി. സമരം നീണ്ടുപോകലാണ്. അതിൽ കുറേ മുദ്രാവാക്യം വിളിക്കും, അത് കഴിഞ്ഞ് കുറച്ച് ബസ് എടുക്കും, കുറച്ച് അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. ഇതിൻ്റെയൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞാൽ കുറച്ച് കൂടിയിട്ട് ആ കമ്പനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള സമരരൂപങ്ങളിലേക്ക് നമ്മൾ മാറ്റേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ മറ്റ് പല സംഘടനകൾക്കും തയ്യാറായിരുന്നില്ല. പിന്നെ ഇത് അപ്പോൾ ഒറ്റപ്പെട്ട ശബ്ദമായിട്ട് മാറുകയാണ് നമ്മുടെ പോരാട്ടത്തിൻ്റെയും സ്ത്രീവാദി പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ശബ്ദം ഒറ്റപ്പെട്ടതായിട്ട് മാറും. അപ്പോൾ പിന്നെ അവർ പറയും നക്സലേറ്റ് ആണ് ഇവരൊക്കെ, ആ രീതിയിലാണ് പിന്നെ പറയുക. അത് ഒരിക്കലും അവിടുത്തെ ജനവിഭാഗങ്ങളുണ്ടല്ലോ ആദിവാസി, അവരിൽ നിന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടേ ഇല്ല. പുറത്തുനിന്ന് വന്നവരാണ് ഇത് പറയുന്നത്. അപ്പോൾ അവരിങ്ങനെയൊക്കെ പറയും, പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, സമരം ഇങ്ങനെ പോവുക എന്നുള്ളതാണ്. അപ്പം ഞങ്ങളൊക്കെ എന്നും പറയും, സമരം നമ്മളിപ്പോൾ സമരം ചെയ്യുന്നത് എന്തിനാണ്? സമരങ്ങളെ ഇല്ലാത്തൊരു അവസ്ഥയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ. അങ്ങനെയുള്ള സമരങ്ങളില്ലാത്തൊരു സമൂഹത്തിൽ ജീവിക്കാനാണ് ഇപ്പോൾ നമ്മൾ തീക്ഷ്ണമായ സമരങ്ങളിൽ ഏർപ്പെടുന്നത്. സമത്വസുന്ദരമായൊരു നാളേക്ക് വേണ്ടിയിട്ടാണ്. ഇത് സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു തൊഴിലാക്കി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയാറുണ്ട്. ആ പറയുന്നത് അവിടുത്തെ അനുഭവിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവാറുണ്ട്. മറ്റുള്ളവരങ്ങനെയല്ല. ഇതൊരു സമരം ഒരു തൊഴിലായിട്ട് വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ. അവരൊക്കെ തന്നെയാണ് ഈ സമരം ഇങ്ങനെ നീണ്ടുപോയത്. പിന്നെ നമുക്കവിടെ ഒരു അടിച്ചു പിടിച്ച് നിൽക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ CPM വരെ അവിടെ സമരത്തിൽ വന്നതാണ്. അച്യുതാനന്ദനൊക്കെ അവിടെ വന്ന് സമരരംഗത്ത് വരും, മേധാ പട്കർ ഒക്കെ ഉണ്ടായിരുന്നതാണല്ലോ. അപ്പോൾ അച്യുതാനന്ദൻ ഒക്കെ വന്നിരുന്ന സമയത്ത് സഖാവ് പറഞ്ഞിട്ടുള്ള അവരെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന മുദ്രാവാക്യം തന്നെ എന്തായിരുന്നു? വെള്ളം കൊടുക്കുന്നത് നിർത്തലാക്കുക, കൊടുക്കുന്ന വെള്ളത്തിന് പണം ഈടാക്കുക എന്ന്. ഇത് രണ്ടും കൂടി എങ്ങനെ നടക്കും? നിർത്തലാക്കിയാൽ പിന്നെ പണം ഈടാക്കേണ്ട ആവശ്യമില്ലല്ലോ, അല്ലെങ്കിൽ പണം ഈടാക്കണമെങ്കിൽ പിന്നെ നിർത്തലാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ ഒരു മുദ്രാവാക്യമാണ് വെച്ചിരുന്നത്. നമ്മളിതൊക്കെ ചോദ്യം ചെയ്യും, ഈ മുദ്രാവാക്യത്തിൻ്റെ പ്രസക്തി എന്താണ് എന്നൊക്കെ പറയും. അപ്പോൾ അവരത് മറ്റു രീതിയിൽ അവരെടുത്ത് അങ്ങനെ വേറെ ഒരു വലിയ റാലികളും മറ്റുമൊക്കെ സംഘടിപ്പിച്ച്, പൊതുയോഗങ്ങളൊക്കെ സംഘടിപ്പിച്ച് അങ്ങനെ അതിന് കുറേ വിശദീകരണമൊക്കെ അവർ നടത്തും. ആ രീതിയിലൊക്കെ പോയിട്ടുണ്ട്. എന്തായാലും മൊത്തത്തിൽ സമരം ചെയ്യുന്നത് അവിടെ നീട്ടിക്കൊണ്ടു പോകലായിരുന്നു. അത് 5 കൊല്ലം നീട്ടിക്കൊണ്ടുപോയി. അവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്തി. പിന്നെ നമ്മൾ കുറേയധികം ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതും വിശ്വസിക്കുന്നതും ഇവിടെ മൊത്തത്തിൽ ഒരു അവബോധം ഉണ്ടാക്കുന്നുണ്ടല്ലോ. കൊക്കക്കോള ശരിയല്ല, അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെ നമ്മളെ ബാധിക്കുന്നു, കൊക്കക്കോല വിൽക്കുന്നതും കുടിക്കുന്നതും മോശമാണ്, അത് ശരിയല്ല, സമൂഹത്തിനുള്ള ഒരു ദ്രോഹമാണ്, ഇതിൻ്റെ കമ്പനിയുള്ള അമേരിക്കയിൽ ഇതില്ല എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ ഒരു അവബോധം ഉണ്ടാക്കുന്നതിന് നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും, കേരളത്തിൻ്റെ പല ഭാഗത്തും, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ ഓരോരോ ഗ്രാമങ്ങളുടെ ഉൾപ്രദേശത്തും നമ്മൾ താമസിച്ചും നടന്നും കാൽനടയായിട്ടും ഒക്കെ ചെറിയ ചെറിയ ജാഥകൾ നടത്തിയിട്ടും അതല്ലാതെ തന്നെ ചെറിയ പ്രസംഗങ്ങളൊക്കെ നടത്തിയിട്ട് അങ്ങനെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇഷ്ടംമാതിരി നോട്ടീസ് അടിച്ച് എല്ലാവരുടെയും വിതരണം ചെയ്യുക, അതിൻ്റെ വിശദീകരണങ്ങളായിട്ട് ചെറിയ ചെറിയ യോഗങ്ങൾ നടത്തുക, പോസ്റ്ററുകൾ ഉൾപ്രദേശങ്ങളിലൊക്കെ പോസ്റ്റർ പതിക്കുക. പിന്നെ കരിയോയിൽ അടിച്ചിട്ടുള്ളത് ഇവിടെ പാലക്കാട് ടൗണിലും മറ്റെല്ലായിടത്തും. അപ്പോൾ ഇവിടെയുള്ള എല്ലാ പ്രദേശങ്ങളിലും കൊക്കക്കോളയുടെ ബോർഡുള്ള സ്ഥലങ്ങളിലൊക്കെ കരിയോയിൽ അടിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല സമരരൂപങ്ങളുണ്ട്. അപ്പോൾ ഇതെന്താ അറിയോ, ഇങ്ങനെ ഒരു സമരവും ഇത്തരത്തിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളും ഉണ്ടായപ്പോൾ എല്ലാവർക്കും കൊക്കക്കോല എന്ന് പറഞ്ഞാൽ ശരിയല്ല എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കുന്നതിന് കഴിഞ്ഞു. അതുകൊണ്ടല്ല ഇപ്പോൾ കമ്പനി ഇവിടുന്ന് പോയത്, അത് നമ്മൾ അവകാശപ്പെടുകയല്ല. പക്ഷെ ജനങ്ങൾ അത് ബഹിഷ്കരിക്കുന്നതിന് തയ്യാറായി. നമ്മളുമായിട്ട് ഇതേപോലെ തന്നെ ആശയം മുന്നോട്ട് വെച്ച് ഒരുപാട് മറ്റുള്ളവരും പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ മുൻകൈ എടുത്തിട്ട് ഇപ്പോൾ കരിയോയിൽ അടിക്കുന്നതൊക്കെ നമ്മൾ തന്നെയാണ് ഇവിടെ ആദ്യം ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇവിടെ ഒരുപാട് സമരരൂപങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ പൊതുയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അവിടെ അതിൻ്റെ അടുത്ത് തന്നെ നടത്തിയിട്ടുള്ള ഒരു പൊതുയോഗത്തിൽ ഞാനൊക്കെ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു ടീച്ചറൊക്കെ പ്രസംഗിക്കണം. പക്ഷേ അവിടുത്തെ ഒരു ലോക്കലായിട്ടുള്ള ഒരു നേതാവ്, എന്താ കാട്ടുപാടം സുന്ദരനോ എന്തോ പറയുക, അയാൾ മരിച്ചു തോന്നുന്നു. അയാൾ പറഞ്ഞത് ഹേമ ടീച്ചർ ഇവിടെ പ്രസംഗിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. കാരണം അവർ തീവ്രവാദികളാണ്, അതുകൊണ്ട് അവരിവിടെ പ്രസംഗിക്കാൻ പറ്റില്ല, ഇവർ ഈ സമരത്തിനെ ഹൈജാക്ക് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ജനങ്ങൾ മൊത്തം ബഹളം ഉണ്ടാക്കി.
ഇത്രയും കാലം അവരവിടെ സമരരംഗത്ത് ഉണ്ടായിരുന്നതാണ്, ഇവിടെ അവർ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയുള്ള ചെറുപ്പക്കാരൊക്കെ ബഹളം വയ്ക്കും ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ അവസാനം ഒരു കോംപ്രമൈസിൽ അവരെത്തിച്ചു. പക്ഷേ സമയമൊക്കെ വളരെ കുറച്ച് തന്നിട്ട് അങ്ങ് കൂവി സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവരുടെ കുറേ ആൾക്കാർ മൊത്തം ഈ പറയുന്നത് കേൾക്കാതിരിക്കാൻ വേണ്ടി ഭയങ്കര കൂവലൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ നടത്തിയിട്ടുണ്ട്. ഇതല്ലാതെ വേറെ വലിയ പൊതുയോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ എമ്മനും എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്, നമ്മുടെ മറ്റ് സഖാക്കൾ വരും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ചില, അതായത് എങ്ങനെയെങ്കിലും ഇവരൊന്ന് പുറത്ത് പോകണം, ഈ സമരത്തിൻ്റേതായ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ട് വികസിപ്പിക്കുന്നതിൽ വിടരുത് എന്നുള്ള താല്പര്യമുള്ളവരൊക്കെ അതിനകത്ത് നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 5 കൊല്ലം കമ്പനി നന്നായിട്ട് വെള്ളം കിട്ടാവുന്നിടത്തോളം അവരുപയോഗിച്ചു. പിന്നെ കിട്ടാതായപ്പോൾ മാസയോ എന്തോ ഉണ്ടാക്കുന്നതിൻ്റെ ഇതൊക്കെയാണല്ലോ അവിടെ ചെയ്തത്, അത് പുറത്തുനിന്ന് കൊണ്ടുവന്ന് ചെയ്യുന്ന അവസ്ഥ അങ്ങനെയായി. പിന്നെ അവർക്ക് മതിയായപ്പോൾ അത് നിർത്തി, അതാണ് ഉണ്ടായത്. അല്ല, അത് നമ്മളിപ്പോൾ ഓരോരോ കമ്മിറ്റികൾ കൂടുമല്ലോ അവിടെ, അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ പറയും ഇങ്ങനെ തന്നെ എന്നും ഈ അതിൻ്റെ മുന്നിൽ പോയിട്ട് വൈകുന്നേരം വരെ കുറേ മുദ്രാവാക്യങ്ങൾ, ഒരു സ്ഥിരമായിട്ടുള്ള സമരസമിതി അവിടെ ഉണ്ടാക്കി അതിനൊരു സഹായ സമിതി ഉണ്ടാക്കുന്നതിൽ ഒക്കെ നമ്മൾ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ അംഗീകരിക്കപ്പെടും, അത് ആ രീതിയിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അവിടെ എന്നും വെറുതെ മുദ്രാവാക്യം വിളിച്ച് അങ്ങനെ തന്നെ ഇരുന്നിട്ട് ഒരുപാട് ദിവസങ്ങളോളം നീണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല. കുറേ ആൾക്കാരെ കൊണ്ടുവരും പല ഭാഗത്തുനിന്ന്, അവർ വന്നിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് മുദ്രാവാക്യം വിളിച്ച് തിരിച്ചു പോകും. പക്ഷേ നമ്മളവിടെ ഇരിക്കുന്നുണ്ട്, കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്, ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കമ്പനിയിൽ നിന്ന് പിന്നെ കൊക്കോല കടത്തിക്കൊണ്ട് പോവുകയും ചെയ്യും നിർമ്മാണം കഴിഞ്ഞിട്ട്. ഇങ്ങനെ ഇപ്പോൾ സമരം ചെയ്യുന്നതിൽ എന്തിനാണ്? സമരം ചെയ്യുന്നത് നമ്മുടെ തൊഴിലല്ലല്ലോ. അങ്ങനെ അതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ ശക്തമായി പറയും. അപ്പോൾ അതിനിപ്പോൾ ഒരു ആശയം കൊണ്ട് അവരിപ്പോൾ എതിർത്തിട്ടൊന്നുമില്ല, പക്ഷെ നടപ്പിലാക്കില്ല. പിന്നെ നമ്മളറിയാതെ അവരവിടെ കമ്മിറ്റി വിളിച്ചു കൂട്ടും. അപ്പോൾ നമ്മൾ മറ്റുള്ളവർ പറഞ്ഞാലാണ് വിഷയം അറിയുക, അവിടെ കൂടിയിരുന്നു എന്നിട്ട് ഇന്ന പോലെ ചെയ്യാമെന്ന് തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മളവിടെ ഒരു ധർണ നടത്താൻ വേണ്ടി തീരുമാനിച്ച് സമരമൊക്കെ തുടങ്ങിയ സമയത്ത് പോലീസ് ഇടപെടലും മറ്റുമൊക്കെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. സമരം നടത്താൻ സമ്മതിച്ചില്ല. എന്നിട്ട് അതിൽ ഉന്തും തള്ളും പോലീസുമായിട്ടുള്ള അടിയും ഇതൊക്കെ ആയിട്ട് അവിടെ തന്നെ ആദിവാസി സ്ത്രീകളുടെ ചെവിയൊക്കെ പൊട്ടി. ഇവിടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ജെന്നി സഖാവിൻ്റെ വയറ്റിൽ ലാത്തി കൊണ്ടിടിച്ചിട്ട് ഭയങ്കര ഇതൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെയുള്ള പല പ്രാവശ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. 2-3 കേസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ടാണ് പലതും കഴിഞ്ഞത്, സമരം നടത്തിയതിൻ്റെ ഭാഗമായിട്ട്. അപ്പം നമ്മൾ എന്തെങ്കിലും സമരം അതിൻ്റെ മുന്നിൽ പോയി മുദ്രാവാക്യം വിളിക്കുമ്പോൾ തന്നെ പോലീസ് വരും, ഇടപെടും, അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. അത് നമ്മളവിടെ പോകുമ്പോൾ അതാണ് രീതി. അല്ല, നമ്മളത് ഒക്കെ ഐക്യപ്പെട്ട് ഇപ്പോൾ നേരിട്ടിപ്പോൾ അതിൽ പോയിട്ടൊന്നും ഇല്ല, പക്ഷെ ഐക്യപ്പെട്ട് പ്രവർത്തിക്കുന്നത് തന്നെയാണ്. നമ്മുടെ സഖാക്കളും മറ്റിപ്പോൾ ഞാൻ പങ്കെടുത്തിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷെ നമ്മുടെ കമ്മിറ്റിയിലുള്ളവരും ഒക്കെ പങ്കെടുക്കും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത് തന്നെയാണ്. വിട്ടുപോകുകയല്ല, ഇതിപ്പോൾ കമ്പനി ഇപ്പോൾ ഉൽപ്പാദനം നിർത്തി, പിന്നെ ഇനിയിപ്പോൾ അവിടെ കോമ്പൻസേഷനുമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ചർച്ചയും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. 5 കൊല്ലം ഈ സമരം ഇങ്ങനെയല്ല പോകേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മൾ നിന്നിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ സമരം മറ്റുള്ളവർ കൊണ്ടുപോവുകയാണ്. പിന്നെ വലിയ റോളില്ല അവിടെ, നമ്മൾ പറയുന്ന രീതിക്കല്ല കാര്യങ്ങൾ പോകുന്നത്. പിന്നെ ഉള്ളത് എന്താണ്, ഇവരുടെ രീതിക്കുള്ള സമരം അങ്ങനെ പോകുന്നു, കോമ്പൻസേഷനെ കുറിച്ചിട്ടുള്ള ചർച്ചകളും മറ്റുമൊക്കെ ആയിട്ട് പോകുന്ന അവസ്ഥയാണുള്ളത്. ഇപ്പോൾ സത്യത്തിൽ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചിട്ട് എനിക്ക് വലിയ ധാരണയില്ല. കാരണം ഒരുപാട് കാലമായി അവിടെ പോയിട്ട്. അപ്പോൾ അവിടുത്തെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് അറിയുന്ന എത്ര ആളുണ്ടെന്ന് പോലും അറിയില്ല. കുറേ കാലങ്ങളായിട്ടുണ്ട് പോയിട്ടുണ്ട്. ആ പ്രദേശം നന്നായിട്ട് അറിയാം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം അറിയില്ല. ഇപ്പോൾ ഈ പത്രങ്ങളിൽ കാണുന്ന അത്രയൊക്കെ ഉള്ളൂ. അത് അതിനകത്ത് പോകുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്ക് വിലയിരുത്താൻ കഴിയുക. അങ്ങനെ ചോദിച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥ, കേസിൻ്റെ അവസ്ഥയൊന്നും എനിക്കറിയില്ല. പക്ഷെ നഷ്ടപരിഹാരം വാങ്ങേണ്ടത് കമ്പനിയിൽ നിന്നിട്ടല്ലേ, പക്ഷെ ഇത് സർക്കാർ കൊടുക്കണം എന്നുള്ളതാണ്. അതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. കമ്പനിയാണ് ഇവിടെ ലാഭം ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുള്ളത്, അതിനിവർ കൂട്ടുനിന്നു. അതിൻ്റെ ശിക്ഷ എന്നുള്ള നിലയ്ക്ക് ഇവർക്ക് കുറച്ച് പൈസ ഇവരുടെ കയ്യിൽ നിന്ന് ഇടാം സർക്കാരിൻ്റെ. പക്ഷേ കമ്പനി ശരിക്കും നഷ്ടപരിഹാരം വാങ്ങേണ്ടത് കമ്പനിയിൽ നിന്നിട്ടല്ലേ ജനങ്ങൾക്ക് കിട്ടേണ്ടത്.
അങ്ങനെയുള്ള രീതിയിലാണോ നീങ്ങണത്? അതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ ഒരു പഠിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. ഈ പേപ്പറിൽ കാണുന്ന കുറച്ച് ചെറിയ വിഷയങ്ങളല്ലാതെ കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ നമ്മൾ പിന്നെന്താ കൃത്യമായിട്ട് ഒരു ഡേറ്റ് ഒന്നും വെച്ചിട്ടില്ല, ഇത്ര സമയം കൊണ്ട് ഇത്രയെന്ന്. പക്ഷെ പരമാവധി വേഗത്തിൽ അത് തീർക്കണം. ഇനി ഒരു ബാക്കി നിൽക്കുന്ന വെള്ളമെങ്കിലും അവിടുത്തെ ജനങ്ങൾക്ക് കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കണമല്ലോ. അതുകൊണ്ട് അവിടുത്തെ കമ്പനി പരമാവധി വേഗത്തിൽ പോകണം. ഈ 5 കൊല്ലം വെള്ളം മുഴുവനായിട്ട് ചൂഷണം ചെയ്തതിന് ശേഷം അവർ പോകുക എന്നുള്ള പദ്ധതി നമുക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് സമരരൂപം മാറ്റണം എന്ന് കൃത്യമായിട്ട് എല്ലാ കാലത്തും. സമരം തുടങ്ങി ഒരു 10-20 ദിവസം കഴിയുമ്പോൾ തന്നെ ഇതേ രീതിയിൽ സമരം പോയിട്ട് നമ്മൾ എവിടെ എത്തില്ല എന്നുള്ള അഭിപ്രായം നമ്മൾ എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ശരിയാണെന്ന് എല്ലാവരും സമ്മതിക്കും. പക്ഷെ അടുത്ത രൂപം നമ്മൾ വെക്കുന്ന ബദൽ പദ്ധതി ഉണ്ടല്ലോ, അത് ഏറ്റെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം പല ഭാഗങ്ങളിലും നമ്മൾ ഒറ്റയ്ക്ക് അത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഈ കരിയോയിലും അടിക്കലോ ഒക്കെ അങ്ങനെ ഏറ്റെടുക്കേണ്ടി വന്നത് അത് ഇന്നും ശരിയായിരുന്നു ആ രീതി എന്നുള്ളത് തന്നെയാണ് എനിക്ക് വിലയിരുത്താൻ കഴിയുന്നത്. കാരണം എന്താ പറയുക, ജനങ്ങളിൽ അങ്ങനെ ഒരു അവബോധം ഉണ്ടാക്കാൻ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ ഇടയിൽ ചെറിയ കുട്ടികൾക്കടക്കം അറിയുക കൊക്കക്കോല നല്ലതല്ല എന്നുള്ളത്. കുടിക്കുന്നവരൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ എന്നാലും അങ്ങനെ ഒരു ബോധം ഉണ്ടായിട്ടുണ്ടല്ലോ, അത് നല്ല കാര്യമല്ലേ. മീഡിയാസ് സമരങ്ങളെയും മറ്റുമൊക്കെ സഹായിച്ചിട്ടുണ്ട്, എല്ലാം പുറത്ത് കൊണ്ടുവരുന്നതിനും മറ്റുമൊക്കെ സഹായിച്ചിട്ടുണ്ട്. അതല്ലാതെ ഇപ്പോൾ വലിയ മീഡിയാസൊക്കെ സമരക്കാരെയും സഹായിച്ചിട്ടുണ്ട്. രണ്ടും നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ടും രണ്ടും ചെയ്യുന്നവരുണ്ടല്ലോ. ഒരുപാട് എലിഗേഷനൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അത്തരം തെളിവുകളില്ലാത്ത, നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറയാൻ കഴിയില്ല. അന്ന് പത്രങ്ങളിലൊക്കെ നമ്മൾ നടത്തുന്ന സമരങ്ങളൊക്കെ വരും എല്ലാം ചെയ്യും, കവറേജൊക്കെ കിട്ടിയിരുന്നതാണ്. അതുകൊണ്ടാണ് ഈ ജനങ്ങളിൽ ഇത് എത്തിക്കാൻ കഴിയുന്നത്.